നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ വീണ്ടും വചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് നമുക്കൊരവസരം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര നമ്മളൊക്കെ പണ്ട് കെമിസ്ട്രി ലാബൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ്, ഈ സാൾട്ടൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ്, അതുപോലെ കൺഫർമേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ചില സ്റ്റെപ്പുകൾ അതിലുണ്ടായതായിട്ട് കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മ കാണും, അല്ലാത്തവർ ക്ഷമിക്കുക. അപ്പം ആദ്യം അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നടത്തുന്നത്. പിന്നെ ചെയ്യുന്നത് അത് കൺഫേം ചെയ്യാനായിട്ട്, അതെ ഇത് ഇന്ന സോൾട്ട് തന്നെയാണ്, ഇന്ന രാസപദാർത്ഥം തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടെസ്റ്റുകളുണ്ട്. എന്ന് പറയുന്നത് പോലെ പലപ്പോഴും യോഹന്നാൻ പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഒരു കൺഫർമേഷൻ ടെസ്റ്റ് പോലെ കാര്യങ്ങൾ ഇത് തന്നെയാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം പറയുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഇന്നലെയൊക്കെ ചിന്തിച്ച ഭാഗങ്ങളിലും നമുക്കതാണ് കാണാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് ഉള്ള തടസ്സങ്ങൾ എന്താണ്, അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കറിയാം, നമ്മൾ പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി എന്നും പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മളിൽ ഇല്ലാതെയായി. കാരണം എല്ലാ മനുഷ്യനും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ള വചനം നമ്മൾ ഇപ്പോൾ പങ്കുവെച്ചല്ലോ ദൈവദാസൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദൈവവചനം പറയുന്ന ആ ദൈവവചനത്തിലെ സത്യങ്ങളോട് കിടപിടിക്കാതെ നമ്മെ തന്നെ വഞ്ചിച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് എനിക്ക് പാപമില്ല, എനിക്കൊരു കുറവുമില്ല എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടു ഈ ഏറ്റുപറയുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ പല വിഷയങ്ങൾ. അതിനോട് തന്നെ ചേർന്ന് ചില ബുദ്ധിജീവികൾ പറയുന്ന വേറൊരു കാര്യമാണ് യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ആ ചിന്തയോടുള്ള ബന്ധത്തിൽ. അവർ പറയുന്നത് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പം എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് എല്ലാവരുടെയും പാപങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ഷമിക്കപ്പെട്ടു, അതുകൊണ്ട് എല്ലാവരും ഇനി സ്വർഗത്തിലേക്ക് പോകും, ലോകത്തിൽ ഇനി പാപികളില്ല എന്നുള്ളൊരു നിലയിൽ ഉള്ള ഒരു ആർഗ്യുമെന്റ് എടുക്കുന്നത്. അവർക്ക് പല പോയിന്റുകളുണ്ട്. ആ കൂട്ടത്തിൽ അവരെടുക്കുന്ന ഒരു ചിന്താഗതിയാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഏക മനുഷ്യൻ മുഖാന്തരം നീതീകരണം വന്നതുപോലെ ഏക മനുഷ്യൻ മുഖാന്തരം അനേകർ പാപികളായി തീർന്നതുപോലെ ദൈവത്തോട് അടുപ്പിക്കുന്ന നീതീകരണവും ആ ഒരു ഏക മനുഷ്യൻ മുഖാന്തരം വന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും എന്ന് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ആരും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, വിശ്വസിക്കാതെ തന്നെ എല്ലാവരും അങ്ങ് നീതീകരിക്കപ്പെട്ടു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യവുമില്ല, വിശ്വസിക്കേണ്ട ആവശ്യവുമില്ല, സുവിശേഷം പറയാനായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യവുമില്ല, പഠിപ്പിക്കേണ്ട ആവശ്യവുമില്ല. എല്ലാവരും നീതീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് കാലം നീട്ടി ഇരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെന്റ്. എന്നാൽ നമുക്കറിയാമല്ലോ, ആദാം നമ്മുടെ പൂർവ്വപിതാവായിരുന്നു. ആദാമിൽ നാം പാപികളായി തീർന്നു എന്ന് പറയുമ്പം ആ പറയുന്ന കാര്യത്തിന് ഒരു ലോജിക്കുണ്ട്. ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ആദാം ആ പാപം ചെയ്തത്. അല്ലെങ്കിൽ ആദാം പാപം ചെയ്തപ്പോൾ ആ പാപ സ്വഭാവം എല്ലാവരിലേക്കും പകർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സാമാന്യ നിലയിൽ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ആദാം പാപം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതേസമയം തന്നെ ജഡപ്രകാരം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവ് അല്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആദാമിന്റെ കടിപ്രദേശത്ത് നാം എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ, എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ ആദാം നമ്മുടെ എല്ലാ റെപ്രസെൻറ്റേറ്റീവായി അത് ചെയ്തെങ്കിൽ യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരുടെ വേണ്ടിയാണ് താനത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആദാം എങ്ങനെ എല്ലാ മനുഷ്യരാശിയെ റെപ്രസെന്റ് ചെയ്തോ ആ നിലയിലല്ല, മറിച്ച് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. കർത്താവ് മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത് എന്ന് നമ്മൾ ഇന്ന് വായിക്കുന്ന ദൈവവചന ഭാഗത്തും വായിക്കുന്നു. നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല പ്രായശ്ചിത്തമായത്, സകല ലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടി തന്നെയാണ് പ്രായശ്ചിത്തമായതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്കാണ് യേശുക്രിസ്തുവിൽ ഉള്ള ആ നിത്യരക്ഷ ലഭിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്ന ആ രക്ഷയുടെ സൗഭാഗ്യവും അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് വിശ്വസിക്കുന്നവർക്കാണ്. വിശ്വസിക്കാത്തവർക്ക് അത് ലഭിക്കത്തില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള
കാര്യമാണ്. അപ്പം ആ നിലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാതെ തന്നെ എല്ലാവരും രക്ഷയപ്പെട്ടു കഴിഞ്ഞ് കർത്താവ് ആരും അറിയാതെ വന്നങ്ങ് മരിച്ചേച്ചു പോയി, അതോടെ നമ്മുടെ പാപപ്രശ്നത്തിന് പരിഹാരമായി തീർന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവനിൽ വിശ്വസിക്കുന്നവരാണ് കർത്താവ് ചെയ്ത കാര്യങ്ങളുടെ ഭാഗഭാക്കായി തീരുന്നത്. അവനിൽ വിശ്വസിച്ചില്ല എങ്കിൽ എല്ലാ മനുഷ്യന് വേണ്ടിയും കർത്താവ് മരിച്ചു എങ്കിൽ തന്നെ അവന് സ്വായത്തമായിരുന്ന രക്ഷ പ്രാപിക്കാൻ കഴിയാതെ അവൻ നിത്യശിക്ഷയ്ക്ക് പാത്രീഭൂതനായി തീരും എന്നുള്ള കാര്യം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കി പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, ആദ്യം ദേവദാസൻ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അത് വ്യാഖ്യാനിച്ചല്ലോ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞേക്കുക. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. ഞാനും എപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയായിരുന്നു ഈ കോടതിയിലുള്ള വക്കീലും പ്രോസിക്യൂട്ടറും ഒക്കെ പറയുന്ന കാര്യം. വക്കീല് വാദിക്കുന്ന എൻ്റെ കക്ഷി ഒന്നും ചെയ്തിട്ടില്ല, അവനെ വെറുതെ വിടണം എന്ന് വക്കീല് പറയുമ്പോൾ, പ്രോസിക്യൂട്ടർ പറയുന്നത് എന്തോ ചെയ്താലും അവനെ മരണം വരെ തൂക്കിലിട്ട് കൊല്ലണം എന്നൊക്കെയുള്ള നിലയിലുള്ള കഠിനമായിട്ടുള്ള ശിക്ഷാവിധികളാണ് പ്രോസിക്യൂട്ടർ എപ്പോഴും ഒരു എക്സ്ട്രീമിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് പല കേസുകളുടെയൊക്കെ വാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ദൈവസന്നിധിയിൽ സദാ നമ്മളെ കുറ്റം വിധിക്കുന്ന അപവാദി എന്ന ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സാത്താൻ അങ്ങനെ ചെയ്യുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അത് എല്ലാ ദൈവപുത്രന്മാര് ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് ചെന്നു, സാത്താനും ആ കൂട്ടത്തിൽ ചെന്നു എന്നാ പറയുന്നത്. അപ്പൊ സാത്താനും ആ കൂട്ടത്തിൽ ചെന്ന് അവന്റെ ഗേറ്റ് പാസ് ഒന്നും അവിടെ ക്യാൻസൽ ആക്കിയിട്ടില്ല എന്ന് നമുക്ക് ആ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, നീ എവിടുന്ന് വരുന്നു? ഞാൻ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. എന്തായിരുന്നു ഊടാടി സഞ്ചാരത്തിന്റെ ഉദ്ദേശം? അത് ഊടാടി സഞ്ചരിച്ച വഴിയിൽ എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവെച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ, വെറുതെ ആകുന്നോ അവന് ഇതിനൊക്കെ നിന്നെ സ്നേഹിക്കുന്നത്? നീ അവനെ ഒന്ന് തൊടുക, അവനുള്ളതിനെയൊക്കെ തൊടുക, അവനെ ഒന്ന് തൊടുക എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രാരംഭമായിട്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ ചില പതർച്ചകള് സാത്താൻ പറഞ്ഞ പോലെ നമുക്ക് ആരോപിച്ചതുപോലൊക്കെ കാണാൻ കഴിയുമെങ്കിലും ആ ദൈവസ്നേഹത്തിന് ആഴത്തിലേക്ക് അദ്ദേഹത്തെ നടത്തുകയും ദൈവകൃപയിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പം അതാണ് അവന്റെ പരിപാടി എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മളെക്കുറിച്ച് അപവാദം പറയുകയും നമ്മളെ പല പ്രലോഭനങ്ങൾക്ക് വിധേയമാക്കുകയും നമ്മൾ ആ പ്രലോഭനങ്ങൾക്ക് അനുസരിച്ച് നമ്മളെ വീഴ്ത്തിക്കളയാൻ തക്കവണ്ണം പരിശ്രമിക്കുകയും ചെയ്യുന്ന സദാ ജാഗരൂകനായിരിക്കുന്ന ഒരു ശത്രു നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം, നമുക്കറിയാം പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്ന ആ അനുഭവവും പുതിയ നിയമകാലത്ത് നമുക്കുള്ള ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയോടുള്ള ബന്ധത്തിലും ഉള്ള ഒരു വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമകാലത്ത് ഒരു വ്യക്തി ഒരു യാഗം കഴിച്ചു, അവനോട് പറയുന്നു നിന്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടു, വരാൻ പോകുന്ന ക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണത്തിന് നിഴലായിട്ട് ദൈവ സന്നിധിയിൽ അത് കണക്കാക്കപ്പെടുകയും അവന്റെ പാപങ്ങൾ ഒക്കെ ക്ഷമിക്കപ്പെട്ടു, മറയ്ക്കപ്പെട്ടു എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുന്നത് നമുക്കറിയാം. എന്നാൽ ആ സമാധാനം അധികം സമയം നിൽക്കുന്നില്ല. കാരണം അടുത്ത പാപം ചെയ്യുന്നത് വരെ ആ സമാധാനം നിലനിൽക്കുകയുള്ളൂ. പിന്നെ അതിന് പരിഹാരം കഴിക്കാനായിട്ട് അടുത്ത വട്ടം യാഗം കഴിക്കുന്ന ഒരു അവസരം വരെ അവൻ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നതോ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പോ അത് നൈമിഷികമായിട്ട് മാത്രം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണെന്നും അത് കണ്ടിന്യൂസ് ആയിട്ട് ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ ഒരു വ്യക്തിക്ക് തുടർന്നു പോകാനായിട്ട് കഴിയുന്നില്ല എന്നും, അതുകൊണ്ടാണ് ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത യാഗങ്ങളും വഴിപാടും എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ എബ്രായ ലേഖനക്കാരൻ പറയുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് ഏകയാഗത്താൽ താൻ രക്ഷിക്കപ്പെടുന്ന ഏവർക്കും, വിശ്വസിക്കുന്ന ഏവർക്കും സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ കടന്നു വരാൻ മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടരാനുമുള്ള ഒരു പ്രൊവിഷനാണ് നമുക്ക് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് യോഹന്നാൻ ഇവിടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം അബദ്ധത്തിൽ നിങ്ങൾ പാപം ചെയ്താലോ, പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പാപം ചെയ്യാതിരിക്കാനാണ് ഇത് എഴുതുന്നത്.
അങ്ങനെ പാപം ജീവിക്കാനായിട്ട് കഴിയുമോ? ദൈവദാസൻ അതിനെപ്പറ്റി പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ പാപം ചെയ്യാതെ ഒരു വ്യക്തിക്ക് ലോകത്ത് ജീവിക്കാൻ സാധിക്കുമോ? അതിനെ ഒരു തിയറിറ്റിക്കലായിട്ട് നമ്മൾ പറയാമെങ്കിൽ നിശ്ചയമായിട്ട് സാധിക്കും എന്ന് ആണ് എനിക്ക് വ്യക്തിപരം. അത് ഡിബേറ്റബിൾ ആണ്, പലർക്കും പല ഉത്തരങ്ങൾ തോന്നും. എന്നാൽ തിയറിറ്റിക്കലായിട്ടെന്ന് പറയുന്നത് മനസ്സിലായല്ലോ. പ്രായോഗികമായിട്ട് ജീവിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഒഴിച്ച് കർത്താവിനെ പോലെ വിശുദ്ധനും കർത്താവിനെ പോലെ പൂർണ്ണതയിലും ജീവിച്ച വേറൊരു വ്യക്തി ഇല്ല, ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയും. പൗലോസ് പോലും എനിക്ക് ഒരു പാപത്തെക്കുറിച്ചും ഓർമ്മയില്ലെങ്കിലും അത് ഞാൻ പാപിയല്ല എന്ന് വരുന്നില്ല, ഞാൻ നീതിമാനെന്ന് വരുന്നില്ല എന്ന് പൗലോസ് തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നാൽ ഒരു വ്യക്തിക്ക് പാപത്തിൽ വീഴാതെ വണ്ണം ജീവിക്കാൻ കഴിയുമോ? അത് വചനത്തിൽ അതിന്റെ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കാരണം ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിന് വിരോധമായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ എന്നാണ് ദൈവത്തിന് വചനത്തിൽ വായിക്കുന്നത്. അങ്ങനെയാവുമ്പം ഈ ജഡത്തിന്റെ ആയുധങ്ങൾ എടുക്കാതെ ജഡത്തിന് കീഴ്പ്പെടാതെ ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള പ്രൊവിഷൻ കർത്താവ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു ചോദ്യമാണ്. എന്നാൽ അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ജഡത്തിന് കീഴ്പ്പെടാതെ ആത്മാവിനെ അനുസരിച്ച് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ആത്മാവിനെ കീഴ്പ്പെട്ടു പോകുമ്പോൾ അവന് ദൈവകൃപയിലും വിശുദ്ധിയിലും വീഴാതെ വണ്ണം ജീവിക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അതേസമയം രണ്ടാമത്തെ ചോദ്യം കൂടെ അവിടെ പ്രസക്തമാണ്. അല്ല, സിൻലെസ് പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ മനുഷ്യർക്കെല്ലാം ഉണ്ട് എന്ന് ആ നിലയിൽ സ്ഥാപിച്ച് എല്ലാവരും ഇനി സിൻലെസ് പെർഫെക്ഷനിലേക്ക് പോകണം എന്ന് പറയാനല്ല ഞാനിത് പറയുന്നത്. ദൈവവചനത്തിൽ അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് സാധിക്കും എന്നേ നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. സാധിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാലും ഞാനില്ല, ഇനിയിപ്പം ബാക്കിയുള്ളവരെ കുറിച്ച് ഞാൻ ആ കൂട്ടത്തിലില്ല. കാരണം ഇന്നും എൻ്റെ ജീവിതങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ട്, ജഡത്തിന് കീഴ്പ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ നിലയിലുള്ള കുറവുകൾ ജീവിതത്തിലുണ്ട്. എപ്പോഴാണ് ഇതൊക്കെ തീരാൻ പോകുന്നത്? അത് കർത്താവിൻ്റെ വരവെങ്കിലേ ഇതൊക്കെ തീരുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അവൻ എന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവൻ എന്നെ വിളിച്ചിരിക്കുന്ന കാര്യങ്ങൾ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ പിടിക്കാനെന്ന വണ്ണം ഈ വിരുദ് പ്രാപിക്കാനെന്ന വണ്ണം ഓടാൻ തന്നെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. പാപം ചെയ്തു കുറച്ചു പേരൊക്കെ വീണുപോയി, ഇനി ആരും ഇതുവരെ വീണു പോകാത്തവരില്ല, അതുകൊണ്ട് നീയും വീഴും, അതുകൊണ്ടൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിലല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒന്നാമത് പറയുന്നത് പാപം ചെയ്യാതിരിക്കാൻ തന്നെയാ ഞാനിത് എഴുതുന്നത്. എല്ലാവരും ആരും 100 മാർക്ക് മേടിച്ചവരില്ല, അതുകൊണ്ട് ഒരു 90 കിട്ടത്തുള്ളൂ, എന്നാ പിന്നെ ഒരു 60 മീതെ മതി എന്നുള്ള മട്ടിലങ്ങ് പോയേക്കാം. എങ്ങനെയായാലും എല്ലാ എഫക്റ്റ് ഒന്നാണല്ലോ എന്ന് അങ്ങനെ പോകാനല്ല ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. പാപത്തിന് കീഴ്പ്പെടാതെ വണ്ണം തന്നെ ജീവിക്കാനാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് നമ്മളെക്കുറിച്ച്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ എന്നാ രണ്ടാമത് പറയുന്നത്. അപ്പം പാപം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് ആൻഡ് പ്ലസന്റ് വിൽ എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, നിങ്ങൾ ഒരുത്തൻ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് അവന്റെ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. എത്ര വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചേക്കുന്ന ചില കാര്യങ്ങളാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു മരിച്ചത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു തിയറി ലോകത്ത് ഇന്ന് ചില ഇവാഞ്ചലിക്കൽ സർക്കിൾസിലൊക്കെ അങ്ങനെയുള്ള തിയറി പഠിപ്പിക്കുന്നവരുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിത്യതയിലിരുന്ന് കർത്താവ് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയാത്തവരാകുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് പോയിരുന്ന് ചിന്തിക്കുകയും ദൈവത്തിന്റെ സ്ഥാനത്ത് പോയിരുന്ന് കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയാത്തവരും ആ ഒരു കാഴ്ചപ്പാടില്ലാത്തവരും ആയതുകൊണ്ട് നമ്മൾ മനുഷ്യർ വിലയിരുത്തുന്ന പോലെ അങ്ങ് വിലയിരുത്തിയാൽ മതി എന്നുള്ളതാണ് അതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ അഭിപ്രായം. കാരണം
ആ, ആരാ ആരാ ബ്രദറെ വിശ്വസിക്കാൻ പോകുന്നത് എന്നുള്ളത് ദൈവത്തിന് അറിയത്തില്ലേ? നിശ്ചയമായിട്ടും ദൈവത്തിന് അറിയാം. അപ്പൊ അവർക്ക് വേണ്ടി മാത്രമല്ലേ കർത്താവ് മരിച്ചത് എന്ന് പറയുമ്പം അതിലൊരു അപാകത വന്നു കഴിഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് എന്നിൽ വിശ്വസിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ള ആൾക്കാരെ കർത്താവ് കണ്ടിട്ടില്ല എന്നൊരർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനും ഈ രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല എന്നുള്ളൊരു നിലയിൽ കാര്യങ്ങളെ ചിന്തിക്കാനുമായിട്ട് കഴിയും. അത് ഈ മുൻനിർണയവും അതുപോലെ മുൻനിയമനവും ഒക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിനെ വ്യാഖ്യാനിച്ചു പോകുമ്പം സംഭവിക്കുന്ന അപകടങ്ങളാണ്. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എല്ലാ മനുഷ്യനും വേണ്ടി കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നു. അപ്പോൾ ഇതേ വാക്യം തന്നെ പ്രശസ്തനായ ഒരു ദൈവദാസൻ, അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അതിന്റെ പാരലലൊക്കെ കണ്ടുപിടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരിക്കൽ കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പാരലൽ കണ്ടുപിടിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ മാത്രമാണ്. അങ്ങനെ ശരിയായ ദൈവത്തിന്റെ വചനത്തിൽ സകല ലോകത്തിന്റെയും പാപത്തിന് വേണ്ടി തന്നെ ആരോടും ഒരു മനസാക്ഷി കുത്തില്ലാതെ നമുക്ക് പറയാൻ കഴിയും, ഇന്ന ആ വ്യക്തിയുടെ പാപത്തിന് വേണ്ടി മരിച്ചു. ലോകത്തിൽ മനുഷ്യനായിട്ട് ജനിച്ച സകലരുടെയും പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു, എല്ലാവർക്കും വേണ്ടി തന്നെ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. പിന്നെ കർത്താവ് മുൻകൂട്ടി അറിയുന്ന കാര്യമൊക്കെ ദൈവത്തിന്റെ മുൻനിർണയത്തിലുള്ള കാര്യമാണ്. ആ മുൻനിർണയം എൻ്റെ കയ്യിലോട്ടെടുത്ത് ഞാനത് കൈകാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് എനിക്ക് ഒന്നാമത് അത്തരം വാദങ്ങളോട് എനിക്ക് പറയാനുള്ളതായിട്ടുള്ള മറുപടി. എന്നാൽ എനിക്ക് ഒരിക്കൽ ഞാൻ ഞെട്ടിപ്പോയി ഈ വാദങ്ങളൊക്കെ കേട്ട്, വളരെ ഞെട്ടിപ്പോവാനിടയായി തീർന്നു. ഒരിക്കലും നമുക്ക് പറയേണ്ട അങ്ങനെയാണെന്ന്. കാരണം കർത്താവ് മരിച്ചത് നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ സകല പാപങ്ങൾക്കും വേണ്ടി കർത്താവ് മരിച്ചു എന്നവിടെ പറയുക. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങൾ ഒന്ന് കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പിൽ തുടരാനായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് രൂപാന്തരം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പാപക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ആ പാപക്ഷമയുടെ അനുഭവത്തിൽ വന്നു കഴിയുന്ന നമുക്ക് തുടർമാനമായി കഴിഞ്ഞ പഴയ നിയമകാലത്ത് സംഭവിച്ചതുപോലെ അല്ല, നമ്മുടെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ഏത് ഭാഗത്ത് വെച്ച് നമുക്കൊരു വീഴ്ചയുണ്ടായാലും ഇനി അടുത്ത യാഗം കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ട, നമ്മളെ സൽഗുണപൂർത്തി വരുത്താനുള്ള യാഗം ഓൾറെഡി കഴിഞ്ഞു. അതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നതുമായ വിഷയങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞ് അപ്പോൾ തന്നെ ദൈവസന്നിധി നമുക്ക് നിരപ്പ് പ്രാപിക്കാനായിട്ട് കഴിയും. അടുത്ത കൺവെൻഷൻ വരെയോ അടുത്ത സഭായോഗം വരെയോ അടുത്ത കർത്തൃമേശ നടക്കുന്ന സമയം വരെയോ ഒന്നും അത് നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അന്ന് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇന്ന് പലരും ചെയ്യുന്ന ഒരു കാര്യം അതാ. എന്താണ് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം? ദാറ്റ് ഈസ് ദിസ് കണ്ടിന്യൂഡ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് തുടർമാനമായൊരു കൂട്ടായ്മ പുലർത്താൻ കഴിയും. ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ ഒരു നിമിഷവും ഈ സാന്നിധ്യം വിട്ടുപിരിഞ്ഞ് ജീവിക്കേണ്ട കാര്യമില്ല. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു അവന് പോകേണ്ട കാര്യമില്ല. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവൻ മാറി നിൽക്കേണ്ട കാര്യമില്ല. ദൈവവചനത്തിൽ നിന്നോ ശുശ്രൂഷയിൽ നിന്നോ അവൻ മാറി നിൽക്കേണ്ട കാര്യമില്ല. കാരണം അവന്റെ പാപങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തം അവന്റെ പാപങ്ങളെല്ലാം പോക്കി ശുദ്ധീകരിക്കുകയും അവൻ ഏറ്റുപറയുന്നുവെങ്കിൽ അവനോട് ക്ഷമിച്ച് അവന് സകല അനീതിയും പോക്കി അവനെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് നീതിമാനും വിശ്വസ്തനുമാകുന്നു എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നോക്കിയാട്ടെ, അതുകൊണ്ട് നമുക്ക് ആ തുടർമാനമായ ദൈവീയ കൂട്ടായ്മയിൽ ആയിരിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യാനും ആ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മളെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുപോകാനുമായിട്ട് നമുക്ക് ഇന്ന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വാക്യം മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കർത്താവിനുമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പ്രിവിലേജ്, that we are able to dwell with God, that we are able to have that continued communion with God എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കിയാട്ടെ, അവന്റെ കൽപ്പനകളെ അറിഞ്ഞിരിക്കുന്നു എന്ന് ഇതിനാൽ നമ്മൾ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നതവൻ കള്ളനാകുന്നു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രസ്താവന കർത്താവ് ചെയ്തത് കാണുന്നത്. അതോടെ യൂദ ചോദിക്കും, ഇസ്കരിയാത്തോ അല്ലാത്ത യൂദ,
വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാകുന്നു കർത്താവെ നീ ലോകത്തിനല്ല ഞങ്ങൾക്കാണ് നിന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞത്? അതിന് 22-ാം വാക്യം, 14-ാം അധ്യായം 21-ാം വാക്യം, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കരിയാത്തവല്ലാത്ത യൂദ, അത് പറയാനായിട്ട് എൻ്റെ നാവ് വഴങ്ങുന്നില്ല, അവനോട് കർത്താവ് എന്ത് സംഭവിച്ചിട്ടാകുന്നു ഈ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിങ്ങനെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അവൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നില്ല. എനിക്ക് ആദ്യകാലത്തൊക്കെ ഈ ഭാഗം വായിക്കുമ്പം ഈ ഇടർച്ച തോന്നുന്ന ഒരു ഭാഗമായിരുന്നു. കാരണം യാക്കോബിൻ്റെ ലേഖനം, അതുപോലെ ഈ വചനഭാഗമൊക്കെ വായിക്കുമ്പോൾ ഒരു ഇടർച്ച തോന്നും. ഇടർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ യേശുവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇച്ചിരി കണ്ണുനീരൊക്കെ ഒലിപ്പിച്ച് ആരും പറയാത്ത ചില മർമ്മങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ ഈ ദൈവസ്നേഹം നമ്മളെ പ്രാപ്തരാക്കി തീർക്കുന്നത് നമ്മുടെ ബലഹീനതകളിൽ തുണനിൽക്കാനും നമ്മളെ സഹായിക്കാനും അതുപോലെ വചനം പഠിക്കാനും ഇതൊന്നും മാത്രമല്ല, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാനും കൂടെ നമ്മളെ സഹായം. എത്ര വൈഡായിട്ടുള്ളൊരു റേഞ്ചുള്ളൊരു വാക്യമാണ്. എന്നാൽ നമ്മൾ പെന്തക്കോസുകാർ പലരും ഈ കൽപ്പന എന്നുള്ളതിനെ അതിനെ പിടിച്ച് സ്നാനമാക്കുകയും കൽപ്പനകൾ പ്രമാണിക്കാത്തവൻ കള്ളനാകുന്നു എന്നുള്ളത് സ്നാനപ്പെടാത്തവരെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്ത് അതിനെ വളരെ മൈക്രോസ്കോപ്പിക് ആക്കി കളഞ്ഞു. അതൊരു ശരിയായ വ്യാഖ്യാനമല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം. സ്നാനപ്പെടരുതെന്ന് പറയുന്ന ആളല്ല ഞാനെന്നും സ്നാനപ്പെടണമെന്ന് വളരെ ശക്തമായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ ഇവിടെയുള്ള വചന ശുശ്രൂഷ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നാൽ ഈ വാക്യത്തെ കൊണ്ടുപോയി സ്നാനത്തെ പിടിപ്പിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാത്തവൻ കള്ളനാകുന്നു എന്ന് പറയുന്നത് കർത്താവ് നമ്മളോട് ജീവിക്കാനും ചെയ്യാനുമായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന പ്രായോഗിക കൽപ്പനകളെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഗിരിപ്രഭാഷണത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിലവാരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം പോലെ പുറത്തേക്ക് വന്ന് അനേകർ പിതാവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കാരണമായി തീരുന്ന പ്രവർത്തികളാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ നിലയിൽ ആ ദൈവവചനം അനുസരിച്ച് പറയപ്പെട്ടിരിക്കുന്ന എല്ലാ സൽപ്രവർത്തികളും ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവണം. നമ്മളെന്താ പറയുന്നത്? വിശ്വാസത്താൽ നമ്മൾ ദൈവകൃപയിലേക്ക് വന്നു, പ്രവർത്തികളാൽ വന്നവരല്ല. വിശ്വാസത്താൽ ഈ ദൈവകൃപയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ സ്വന്തം പ്രവർത്തികൾ കൊണ്ടോ ഞങ്ങളുടെ ഇതുകൊണ്ടോ ഒന്നും നീതി കൊണ്ടോ ഒന്നും ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു. അവൻ എൻ്റെ പിതാവാണ്, ഞാൻ അവന് മകനാണ് എന്ന് നമ്മൾ സാക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറയുന്നത് എനിക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ട്, ദൈവ കൃപയിൽ ഞാൻ ജീവിക്കുന്നു, അവൻ്റെ കൃപ ഞാൻ അനുഭവിക്കുന്നു, അർഹതയില്ലാത്ത സ്ഥാനത്ത് നൽകപ്പെട്ട ഈ അംഗീകാരത്തിൽ ഞാൻ സ്തബ്ധനായിട്ടിരിക്കുകയാണ്, എനിക്ക് എന്താണിതെന്ന് പോലും ഗ്രഹിക്കാൻ കഴിയാത്തത്ര ആഴമേറിയ സ്നേഹമാണ് ഞാൻ അനുഭവിക്കുന്നത്, അത് ഞാൻ അനുഭവിക്കുന്നു എന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ പിതാവുമായിട്ട് കൂട്ടായ്മ പുലർത്തുന്നതിൻ്റെ ഫലം കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ ദൈവത്തെ ഇതുപോലെ ക്ലോസ് ആയിട്ട് അറിയുന്ന, ദൈവത്തെ കയറി അപ്പച്ചാന്നും ആ ദൈവം കയറി മകനേന്നും വിളിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ആ നിലവാരത്തിലുള്ള കാര്യങ്ങളും കൂടെ വരണ്ടേ? അവന്റെ പ്രായോഗിക ജീവിതത്തിലും അവന്റെ ആറ്റിറ്റ്യൂഡിലും അവന്റെ മനസ്സിലും ചിന്തയിലും ഒക്കെ ഒരു വ്യതിയാനം ഉണ്ടാവണ്ടേ? നിശ്ചയമായിട്ടും ഉണ്ടാവണം. ദൈവത്തെ അറിയുന്നു എന്ന് പറഞ്ഞിട്ട്, അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, കർത്താവിന്റെ വചനങ്ങൾ അല്ലെ ഈ സ്നേഹം തികഞ്ഞിരിക്കുന്നത് ആരിലാണ്? സ്നേഹം തിരിഞ്ഞിരിക്കുന്നത് കുറച്ച് വാക്യങ്ങൾ കാണാതെ പഠിച്ച് പറഞ്ഞുകൊണ്ട് നടന്നേച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ആ പ്രാവർത്തികമാകുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ മുങ്ങുന്ന ആൾക്കാരിലല്ല. ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം ആത്മാർത്ഥമായും യഥാർത്ഥമായും തികഞ്ഞിരിക്കുന്നു എങ്കിൽ അവൻ ദൈവവചനം അവന്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കും. അവനിൽ ഈ പറഞ്ഞ സന്തോഷം, സമാധാനം, ദയ, കരുണ, ആത്മാവിന്റെ ഫലമൊക്കെ അവന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടും. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ അവനിൽ ഉണ്ടാവും.
അതിൽ ഏറ്റക്കുറച്ചിലുകളോ ഇടർച്ചകളോ ഉണ്ടാകുകയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഒരു യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ ഇടറിയേക്കാം, ഏറ്റക്കുറച്ചുകൾ ഉണ്ടായേക്കാം, എന്നാലും അവന്റെ ലക്ഷ്യം അത് തന്നെയാണ് വ്യക്തമാക്കി ദൈവവചനത്തിൽ പറയാം. അപ്പൊ ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് അവന്റെ സ്നേഹം തികഞ്ഞിരിക്കുന്നതിന്റെ അടയാളം. അവനിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. എത്ര വലിയൊരു വാക്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പലപ്പോഴും ഒക്കെ നമ്മളത് ചിന്തിക്കത്തുള്ളൂ. എന്നാൽ തന്നെ അവിടെ പറഞ്ഞേക്കാണ് 6-ാം വാക്യം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. പ്രായോഗിക ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെയൊക്കെ മാറ്റിമറിച്ച് കളയുന്ന ഒത്തിരി ഇതുണ്ട്. നമുക്കറിയാമല്ലോ, ചില വാക്യങ്ങൾ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് നടക്കുന്നതാണെന്നും മറ്റു ചില വാക്യങ്ങൾ വേറെ സമയത്ത് നടക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് അതിനെ വക മാറ്റിക്കളഞ്ഞു. എനിക്ക് പലപ്പോഴും നിരാശ തോന്നും ആ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ. പിന്നെ അതിനെ എതിർക്കാനും ഞാൻ പോകുന്നില്ല. എന്നാൽ തന്നെ ഞാൻ പറയുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീതിപ്രവർത്തികൾ പുറപ്പെടണമെന്നും അതുപോലെ ദൈവസന്നിധിയിൽ അത് നമ്മൾ സാക്ഷ്യം വഹിക്കണമെന്നും തന്നെയാണ് പറയുന്നത്. അത് പറയുന്നതിന്റെ കാര്യമെന്ന് വെച്ചാൽ ഞാനതെല്ലാം കൂടെ ചെയ്തിട്ടൊന്നും അല്ല, അതിലൊരു ഉസ്താദായിട്ട് തീർന്നിട്ടൊന്നും അല്ല ഈ പറയുന്നത്. എന്നാൽ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റിനുള്ള സ്കോപ്പുണ്ട്. വ്യാഖ്യാനിച്ച് അത് നമുക്കുള്ളതല്ല എന്ന് നമ്മൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അത് നമ്മൾ അനുവർത്തിക്കുന്നത്? എങ്ങനെയാ നോക്കിയാട്ടെ. ഇവിടെ പറഞ്ഞേക്കാണ്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. നമുക്കറിയാമല്ലോ, യോഹന്നാൻ തന്നെ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും, അവനിൽ വസിക്കുക, എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ. അപ്പൊ അവനിൽ വസിക്കുക. ഒരു ദൈവ പൈതലിനോട് ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ഫലം കായ്ക്കണം എന്നല്ല പറയുന്നത്. അതിന് ഒരർത്ഥത്തിൽ ഞാൻ പറയുക, വേറൊരു വ്യാഖ്യാനം അതിന്റെ പറയുക, തെറ്റിദ്ധരിക്കരുത്. വസിക്കാനാ പറയുന്നത്. ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കേണ്ട പോലെ വസിച്ചിട്ടുണ്ടെങ്കിൽ, കൊമ്പും മുന്തിരിവള്ളിയും തമ്മിലുള്ള ബന്ധം ശരിയാണെങ്കിൽ, അതിനിടയിൽ ഗ്യാപ്പൊന്നും ഇല്ലെങ്കിൽ, നിശ്ചയമായിട്ടും അത് ഫലം കായ്ക്കേണ്ട സമയത്ത് ഫലം കായ്ക്കുക തന്നെ ചെയ്യും. ഫലം കായ്ക്കേണ്ട സമയത്ത് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അവന് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ലൂസ് കണക്ഷൻ ഉണ്ട്, എന്തോ ഒരു വിഷയം അതിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഫലം കായ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ പ്രാധാന്യമുള്ള വാക്യമാണ് നാം അവനിൽ വസിക്കണം. അബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ അബൈഡ് ഇൻ യു. യു കനോട്ട് ഡു എനിത്തിങ് അപ്പാർട്ട് ഫ്രം മീ, യു ക്യാൻ ഡു നത്തിങ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വളരെ പരമപ്രധാനമായ കാര്യമാണ്. ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ നാം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. അവന്റെ വചനത്തിൽ വസിക്കുക. അവന് വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവന്റെ വചനത്തിൽ വസിക്കുക, അവന്റെ കൃപയിൽ വസിക്കുക, അവന്റെ പരിശുദ്ധാത്മ നിറവിൽ നമ്മളായിരിക്കുക. അവനുള്ള ബന്ധത്തിൽ ഏതൊക്കെ നിലയിൽ ഒരു ക്രിസ്ത്യാനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാമോ ആ നിലയിലൊക്കെ ആയിരിക്കുക എന്നുള്ളതാ അവനിൽ വസിക്കുക, ക്രിസ്തുവിൽ വസിക്കുക. ഞാൻ സാധാരണ ബൈബിൾ സ്റ്റഡി എടുക്കുമ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നത്? അതെങ്ങനെയാ വസിക്കുന്നത്? അപ്പം പല പല ഉത്തരങ്ങൾ പലയിടത്തും പലരും പറയാറുണ്ട്. അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് എങ്ങനെയാ സഹോദരങ്ങളെ? അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിലൂടെയാ അവന്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാൻ കഴിയുന്നു. അത്രയേ ഉള്ളൂ. അവൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നന്മയല്ലാതെ തിന്മയൊന്നും അവൻ ചെയ്യുകയില്ല. അവനൊരു നല്ല പിതാവാണ്. അവൻ എൻ്റെ കാര്യങ്ങളെ അറിയുന്നു, അവൻ എൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്നു, എൻ്റെ വഴി അവൻ നേരെയാക്കും, എന്നെ അവൻ നടത്തും, എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അവൻ സമാപ്തി വരുത്തും. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനമായിട്ട് വിശ്വസിക്കാൻ കഴിയും. എൻ്റെ ദൈവം എന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നു, സ്വന്തം ജീവൻ നൽകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ആ വിശ്വസിക്കുന്നതിലൂടെയാണ് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത്. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു എന്ന് നമ്മൾ വായിക്കും. പ്രിയപ്പെട്ടവരെ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവിടെ യാതൊരു കോംപ്രമൈസും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പാപികളായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ കഴിയലെന്നോ വസിക്കാൻ കഴിയലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു അലവൻസും അവിടെ നൽകിയിട്ടില്ല. അവൻ നടന്നതുപോലെ തന്നെ. നോക്കിയാട്ടെ, 2-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അതെ, whoever claims to live in him must walk as Jesus did. If we claim to live in him, അവനിൽ വസിക്കുന്നു എന്ന് നാം പറയുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. എത്ര വലിയൊരു ചലഞ്ചാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിൽ. അതിൽ എന്തെങ്കിലും ഒരു സംശയത്തിന് ഇട നൽകാതെ കൃത്യമായ ഒരു ഇതാ പറഞ്ഞേക്കുന്നത്, അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ആർക്കും പറയാൻ കഴിയാത്ത കുറച്ച് മർമ്മം പറയാൻ കഴിയുന്നെന്ന് വെച്ചോ, വചനം കുറച്ച് കാണാതെ പഠിച്ചെന്ന് വെച്ചോ, ഒച്ചത്തിൽ കൈയടിച്ചെന്ന് വെച്ചോ, അന്യഭാഷ പറഞ്ഞെന്ന് വെച്ചോ ഒന്നുമല്ല പറഞ്ഞേക്കുന്നത്, അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നമ്മുടെ സ്വഭാവത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ ഗുണഗണങ്ങൾ മറ്റുള്ളവർക്ക് ദർശിക്കാൻ തക്കവണ്ണം ഇടയായി സൗമ്യതയോടെയും താഴ്മയോടെയും നമ്മൾ നടക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അത് തിരിച്ചറിയാനെങ്കിലും അതിനുവേണ്ടി സമർപ്പിക്കാനെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. നോക്കിയാട്ടെ, എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞാനത് വായിച്ചിട്ട് നിർത്തുന്നു. നോക്കിയാട്ടെ, എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അതാണ് ദൈവസ്നേഹത്തിൽ വസിക്കുന്നതിൻ്റെ, ദൈവസ്നേഹത്തിൽ നടക്കുന്നതിൻ്റെ തെളിവ്. അവൻ്റെ വചനം പ്രമാണിക്കും, അവൻ്റെ വചനം പ്രമാണിക്കും. പ്രിയപ്പെട്ടവരെ, എത്രയോ കാതം അകലെയാണ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് എന്നുള്ളത് എനിക്കറിയാം, പ്രസംഗിക്കുന്ന എനിക്കറിയാം. എന്നാൽ ദൈവകൃപയാൽ ദൈവനാമത്തെ മഹത്വപ്പെടുമാറ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചില നന്മകളൊക്കെ ചിലപ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഭാവം ചില സമയത്തൊക്കെ വെളിപ്പെടാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എപ്പോഴും വെളിപ്പെടാൻ ഇടയായി തീർന്നിട്ടില്ല. കാരണം ആദ്യം എന്തെങ്കിലും ഒരു സംഗതി സംഭവിച്ചിട്ട് പ്രതികരണം വരുന്നത് ആദ്യം നമ്മുടെ ജഡത്തിൽ നിന്നാണല്ലോ. പിന്നല്ലേ ക്രിസ്തുവിൻ്റെ ഭാവമൊക്കെ നമ്മൾ ആദ്യം പിന്നെ ചിന്തിക്കുന്നത്. എന്നാൽ ആ ക്രിസ്തുവേശുവിനെ ധരിച്ചവരായിട്ട്, ക്രിസ്തുവിനെ പ്രകടിപ്പിക്കുന്നവരായിട്ട്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് നമ്മളായിത്തീരാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നും നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 7 അടയാളങ്ങൾ എന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. നമുക്ക് ഈ ദിവസങ്ങളിൽ അവനോട് ക്ലോസ് ആയിട്ടിരിക്കാം, അവനിൽ വസിക്കാം. ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരട്ടെ.